തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. കാർ ഓട്ടോയിലും ഇടിച്ചു. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു. അവരുടെ പരിക്ക് സാരമുള്ളതാണോ? എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? നിലവിൽ കിട്ടിയ വിവരപ്രകാരം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഈ പറ്റിയിട്ടുള്ളത്. 3 പേരല്ല, ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം 5 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വഴയിലെ സ്വദേശി, വട്ടിയൂർക്കാവ് വലിയവിള സ്വദേശി AK വിഷ്ണുനാഥ് എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്ന 25 വയസ്സുള്ള യുവാവ്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആദ്യം ഈ 2 ഓട്ടോയിലും അതിനുശേഷം ഈ ഫുട്പാത്തിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരിൽ 2 പേർ ഓട്ടോ ഡ്രൈവർമാരാണ്. അതേപോലെ വഴിയാത്രക്കാർക്കും 3 പേർക്കായിട്ട് വഴിയാത്രക്കാർക്കും പരിക്കേറ്റുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കും പരിക്ക് കാര്യമായിട്ട് ഏറ്റിട്ടില്ല. പക്ഷേ ഈ നിലവിൽ ഇപ്പോൾ ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അവരിൽ 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഒരാൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വലിയൊരു അപകടമാണ് നടന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഈ വാഹനം അമിത വേഗതയിൽ വന്ന് ഈ 2 വാഹനങ്ങളെ ഓട്ടോയെ ഇടിച്ചതിന് ശേഷം നേരെ ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഓട്ടോ ഡ്രൈവർമായിട്ടുള്ള 2 പേരുടെയും തലയിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആ വഴിയാത്രക്കാരിയായിട്ടുള്ള സ്ത്രീ, അവർ തീരെ അവശ നിലയിൽ ആ റോഡിൽ കിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ AK വിഷ്ണുനാഥിനെ ഇപ്പോ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. കാർ നിയന്ത്രണം വിട്ട ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. ഒപ്പം 2 ഓട്ടോയിലും ഇടിച്ചാണ് വലിയ അപകടമുണ്ടായിരിക്കുന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നില സാരമുള്ളതാണ് തുടങ്ങിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപുണ്ടായ അപകടമാണ്. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന വിഷ്ണു എന്നയാളും മറ്റൊരാളും ഉണ്ടായിരുന്നു. അവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. 2 ഓട്ടോ ഡ്രൈവർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വഴിയാത്രക്കാരായ മറ്റ് 3 പേർക്ക് കൂടിയാണ് പരിക്കേറ്റത് തുടങ്ങിയ വിവരങ്ങളാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. സനൂപ തുടരുന്നുണ്ട്. സനൂപ, അവിടെ നിന്നുള്ള അപകടം നടന്ന ഉടനെയുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്? അശ്രദ്ധമായി ഡ്രൈവിംഗ് നടത്തിയതാണോ, അതോ വല്ല സാങ്കേതിക തകരാറാണോ? അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമാകാനുള്ള സമയമായിട്ടില്ല എന്നറിയാം. എന്നാലും പ്രാഥമിക വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് തന്നെയാണ് ഇത്രയും വലിയൊരു അപകടം തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിക്ക് മുന്നിലായിട്ട് നടന്നത്. ആശുപത്രിയിൽ വന്നവരും അതേപോലെ തന്നെ ഓട്ടോ കാത്തുന്നവരും ഓട്ടോ ഡ്രൈവർമാരുമായിരുന്നു ഈ അപകടത്തിന് ഇരയായിട്ടുള്ളത്. ആർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ വാഹനം പാഞ്ഞു വന്ന് 2 ഓട്ടോയിലായിട്ട് ഇടിച്ചതിന് ശേഷം ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഫുട്പാത്തിൻ്റെ മുകളിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് എത്രത്തോളം ഭീകരമായിട്ടായിരുന്നു ആ അപകടം നടന്നത്. അതായത് ചെറിയ ഒരു വേഗതയിലല്ല, അമിത വേഗതയിൽ തന്നെയാണ് ഈ 25 വയസ്സുള്ള AK വിഷ്ണുനാഥ് എന്ന വലിയവിള സ്വദേശി വാഹനം ഓടിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയൊരു ഇടി നടന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ ഈ കാണുന്ന ഈ സീറ്റ് കവറും മറ്റുമൊക്കെ ഈ എയർ ബാഗും മറ്റുമൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ മുൻവശം, വാഹനത്തിൻ്റെ മുൻവശം അത്രത്തോളം ഇടിച്ചു കയറി. പക്ഷേ
ഈ കാണുന്നത് പോലെ ഈ കാറിനകത്തുണ്ടായിരുന്ന രണ്ടുപേർക്കും കാര്യമായിട്ട് പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ റോഡിൽ നിന്നവർക്ക് തന്നെയാണ് ആ ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ട് ആ രണ്ട് ഓട്ടോ ഡ്രൈവർമാരുടെയും തലയ്ക്കാണ് പരിക്കേറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർക്ക് ഒരു ബോധവും ഇല്ലാതെ അവർ അതിഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആ ആളുകൾ കാണുന്ന രീതിയിൽ ആ കിടക്കുന്ന രീതി. അപ്പോൾ അത്രത്തോളം ഈ വാഹനം ഇത്രയും ഉയരമുണ്ട്, ഇത്രയും ഉയരത്തിലാണ് ഈ ഫുട്പാത്തുള്ളത്. ആ ഫുട്പാത്തിന് മുകളിലേക്ക് വാഹനം ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അമിത വേഗതയിൽ തന്നെയായിരുന്നു. ആ പോലീസ് എന്തായാലും എത്തിയിട്ടുണ്ട്, ട്രാഫിക് പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരടക്കം ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോയി കാണാം. അവരൊക്കെ കാഴ്ചകൾ കണ്ടതാണ്. പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോഴും വണ്ടി അതിസ്പീഡിലാണ് വന്നത്. ഈ ഡ്രൈവർ വന്ന് ഇതിലേ കൂടെ കയറി. അപ്പോൾ ഇവിടെ നിന്ന് 2 ഡ്രൈവർമാരാണ് ഓട്ടോക്കാർ. അവരെ ഇടിച്ച് മറിച്ചിട്ടാണ് ഈ വണ്ടി നേരെ പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് 2 പിള്ളേർ നടന്നു വന്നു. അവരെ ഇടിച്ച്. കാറിൽ എത്ര പേരെ ഉണ്ടായിരുന്നത്? 2 പേര് ഉണ്ടായിരുന്നു. ഒരു 25 ദിവസമുള്ള ഒരു പയ്യനാണ് വാഹനം ഓടിച്ചിരുന്നത്. വെള്ളമായിരിക്കും, മദ്യപാനായിരിക്കും. ഇത്ര സ്പീഡിൽ ഇവിടെ റോഡ് ബ്ലോക്ക് ആയി. ഭയങ്കര വേഗത്തിലാണ്. ഞാൻ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത്രയും വേഗത്തിലാണ് വണ്ടി വേഗത്തിൽ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മാറിയത്. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു, താഴെ ഒരു ചർച്ചിൽ പോയിട്ട് വന്നതാ. പരിക്കേറ്റവർ ആരൊക്കെയായിരുന്നു? 2 ഡ്രൈവർമാര്, ഓട്ടോക്കാര്, മറ്റേ കാലുനടക്കാര്. അത് താഴെ കൂടെ അല്ല, ഒന്നും മേളിൽ കൂടെ. എത്ര പേർക്കാ പരിക്ക് പറ്റിയത്? 4 പേര്, ഒരു പെണ്ണും 3 ആണും. അത്രയും ഭീകരമായിട്ടുള്ള അപകടം തന്നെയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ ദൃക്സാക്ഷികളും ഇപ്പോൾ പറയുന്നത്. ഈ അമിത വേഗത എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിക്ക് മുന്നിലാണ്. പൊതുവെ ഈ ചെറിയ വേഗതയിൽ മാത്രം സഞ്ചരിക്കാവുന്ന ഈ ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള റോഡിൽ കൂടെയാണ് ഇത്രയും അമിത വേഗതയിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അശ്രദ്ധമായി വാഹനം ഓടിച്ചുണ്ടാക്കിയ അപകടമാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. നിലവിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വാഹനം ഓടിച്ച ആൾ 25 വയസ്സ് പ്രായമുള്ള ആളും മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. RB സനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.